Good morning students. Today we are starting with basic accounting. First of all, we can familiarize certain basic terms. Firstly, accountancy. What is accountancy? Accountancy is the science of measurement of wealth. It is the systematic knowledge of accounting. It is a systematic knowledge or systematized body of knowledge or a separate discipline, and it is the actual maintenance of books of accounts and provides accounting information to the interested parties. That is accountancy. So basically it is the measurement of wealth, especially the measurement of wealth of the business concerns. Then next term is accounting. What is accounting? Accounting is the practice of knowledge, or it is the process of identifying, measuring, recording, classifying, summarizing and communicating business transactions and events in terms of money. That is accounting. So it is a systematized process of identifying, measuring, recording, classifying, summarizing and communicating the business transactions and events. The next term is bookkeeping. Bookkeeping is actually a part of accounting. It is the record keeping function of accounting, and it is limited up to the classifying stage. Okay. That means a systematic recording of business transaction in the books of account is known as bookkeeping. അപ്പം അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കണക്കെഴുത്ത് എന്ന് പറയും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വെൽത്ത്. കണക്കെഴുതുന്ന ആ ഒരു ജോബ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കലയാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സിലൂടെ കൃത്യമായിട്ട് വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പണം സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യുകയും അത് കൃത്യസമയത്ത് റെക്കോർഡ് ചെയ്യുന്നു, അതിനെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, അതിനെ സമ്മറൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുന്നു. പിന്നീട് അതിനുശേഷം നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം അത് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു കലയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ വരെയുള്ള ഒരു പ്രോസസ്സ്, അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ വരെയുള്ള ഒരു പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പൂർണ്ണമാവണമെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്നുള്ള ഒരു പ്രോസസ്സിലാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയണമെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഈ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കണം. ഇനി മിയർലി ഇപ്പോൾ ഒരു സാധാരണ ഒരു കച്ചവടക്കാരൻ, ഒരു സോൾ ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കച്ചവടക്കാരൻ എന്ത് ചെയ്യുന്നു, അയാളുടെ ട്രാൻസാക്ഷൻസ് ദിനം പ്രതി അയാൾ എന്ത് ചെയ്യുന്നു, സ്വമേധയാ അയാൾ തന്നെ എഴുതി വെക്കുമ്പോൾ അതൊരിക്കലും ഒരു ഈ അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള ഒരു ജസ്റ്റ് ഒരു മിയർ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് ബുക്ക് കീപ്പിംഗ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ്സും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം ദാറ്റ് ഈസ് അക്കൗണ്ടിങ്. പക്ഷേ നമുക്ക് ബേസിക്കലി നമ്മുടെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യാർത്ഥം നമ്മൾ സ്വയം അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പം അവിടെ അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു കച്ചവടക്കാരനെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അയാൾക്ക് ക്യാഷിനും സാധനങ്ങൾ പോകും, ക്രെഡിറ്റ് ആയിട്ടും സാധനങ്ങൾ പോകും അല്ലേ. അപ്പോൾ ക്രെഡിറ്റിന് അല്ലെങ്കിൽ കടമായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്ന ആളുകളുടെ ലിസ്റ്റ് അയാൾ എന്ത് ചെയ്യും, എഴുതി വെക്കും. പിന്നീട് അത് തിരിച്ചു കിട്ടുമ്പോഴായിരിക്കും ആ ലിസ്റ്റിൽ നിന്ന് ഇന്ന ആളുകളുടെ പേരുകൾ വെട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഒരിക്കലും എന്തല്ല അയാൾക്ക് അക്കൗണ്ടിങ് അറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടോ എന്നല്ല അയാൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി
അപ്പോൾ കുറച്ചുകൂടി വലിയൊരു പ്രൈവറ്റ് ഫേം. അപ്പോൾ അവിടെ എന്താണ്, അവർക്ക് കൃത്യമായിട്ട് അവരുടെ ആ ഒരു കറൻറ്റ് ഇയറിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയണം. അപ്പോൾ കൃത്യമായിട്ട് ഈ അക്കൗണ്ടിങ് അറിയാവുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും, അക്കൗണ്ടൻ്റായിട്ട് അവിടെ നിയമിക്കും. അപ്പോൾ അയാൾ എന്തായിരുന്നു, സിസ്റ്റമാറ്റിക്കായിട്ട് ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വരുമ്പോഴാണ് അത് അക്കൗണ്ടിങ് ആയിട്ട് മാറുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇതാണ്. ഓക്കെ. ഇത്തരത്തിൽ ഈ അക്കൗണ്ടിങ് പ്രോസസ്സ് അല്ലെങ്കിൽ കണക്കെഴുതുന്ന ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആർട്ടിനെ അല്ലെങ്കിൽ ഒരു സയൻസിനെയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. Then next, what are the objectives of accounting? What is the purpose of keeping books of accounts? ഒരു ഫേം അല്ലെങ്കിൽ ഒരു കൺസേൺ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ബേസിക് പർപ്പസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി ടു കീപ്പ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ്. കൃത്യമായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ് അതിൽ ഏറ്റവും ആദ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്നെടുത്ത് നോക്കിയാലും ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ഒക്കെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതിനെക്കുറിച്ചൊക്കെ നോക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കുറയുണ്ടെങ്കിൽ അതൊന്ന് മറിച്ച് നോക്കണമെങ്കിൽ അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റെക്കോർഡ് വേണം. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ടാക്സ് ഒക്കെ കൊടുക്കുന്ന കൺസേൺ ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തണം നമുക്ക് എത്രയാണ് നമ്മുടെ വരുമാനം എന്നുള്ളത്, അല്ലേ? അപ്പം അത്തരത്തിൽ നമ്മുടെ ഒരു കൃത്യമായിട്ടുള്ള പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു രേഖയാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടു അസർട്ടൈൻ ദി നെറ്റ് ഇഫക്റ്റ് ഓഫ് ദി ബിസിനസ് ഓപ്പറേഷൻ. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 1 വർഷം ആ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ അവർ ഏൺ ചെയ്യുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യാൻ നമുക്ക് അക്കൗണ്ടിങ് നമ്മെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടു അസർട്ടൈൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി, അതായത് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും അക്കൗണ്ടിങ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ മറ്റൊരു പർപ്പസ്, ടു പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം പല ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും, ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ കമ്പനിയൊക്കെ ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, ബിസിനസ്സിന് കടം കൊടുത്തിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, ബിസിനസ്സിന് കടം കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കുകൾ ഉണ്ടായിരിക്കും, ബിസിനസ്സിലേക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഔട്ട്സൈഡ് പാർട്ടീസ് ഉണ്ട്. അതുപോലെ ഗവൺമെൻറ്, ഇവർക്കൊക്കെ എന്താണ് ബിസിനസ്സിൻ്റെ ഈ ഒരു വർഷത്തെ ഓപ്പറേഷൻ്റെ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്താണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ അറിയാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്റ്റാറ്റസ് നിലവാരം എന്താണെന്നൊക്കെ അവരെ അറിയിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെയാണ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സിലൂടെയാണ്. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്.